ഇത്രയും വലയൊക്കെ എടുത്ത് ഇറങ്ങിയത് മീൻ പിടിക്കാനല്ല, ഇന്നത്തെ പണി എന്താന്ന് കാണിച്ചു തരാം. ഇത് നോക്കട്ടെ, ഇത് നോക്ക്, അവക്കാടോ കായ്ച്ചിട്ടുള്ളത്. നല്ല ചെറിയ മരത്തിൽ ഇഷ്ടം പോലെ അവക്കാടോ ഉണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ചെറിയ മരം ഇങ്ങനെ കായ്ച്ചുള്ള കാരണം എന്താ അറിയോ, ഇത് ബെഡ് തൈ ആട്ടോ. നമുക്ക് 2ാമത്തെ വർഷം തന്നെ ഇത് കായ്ച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ നെറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ മൊത്തം കുരങ്ങ് കൊണ്ടുപോകും. നമ്മളെ തോട്ടത്തിലേക്ക് കുരങ്ങ് കയറുന്ന തുടക്കത്തിലൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. അപ്പൊ ഫസ്റ്റ് പോലെ ഇതുവരെ കണ്ടു കഴിഞ്ഞാൽ ഇതിലും കുറച്ചുകൂടെ വലുപ്പമാണ്. ഇപ്പം നശിപ്പിക്കാത്തത് ഒരു അവക്കാടോ ഒരു ഇത്ര വലുപ്പമാവണം. ആ സൈസിലായി കഴിയുമ്പോൾ വെറുതെ വന്നിട്ട് കടിച്ചിങ്ങനെ കഴിക്കില്ല, വെറുതെ കടിച്ചിടും. നമ്മൾ വലിയ മരത്തിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്. വലിയ മരമൊക്കെ നമുക്ക് കൂടുതൽ ഇഷ്ടംപോലെ അവക്കാടോ ഉണ്ട്. നമ്മൾ കാപ്പിക്ക് ഇടവേളയായിട്ട് കുറേ അവക്കാടോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വിത്ത് നട്ടിട്ട് തൈ ഉണ്ടാക്കിയതാണ്. അതും പെട്ടെന്ന് കായ്ക്കും. പക്ഷെ ഇതുപോലെ ചെറിയ മരത്തിൽ ഇങ്ങനെ കായ്ക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ബെഡ് തൈ ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നെറ്റ് ഇടുന്ന പണികൾ നോക്കണമെങ്കിൽ ഇത് ചെറിയ മരം ആയതുകൊണ്ട് നമ്മൾ നെറ്റ് ഇടുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ചെരിഞ്ഞു പോരും. മരത്തിൽ അങ്ങനെ കമ്പുകളൊന്നും സെറ്റായി വന്നിട്ടില്ല. അപ്പോൾ ഇതവിടെ അടുത്തൊരു കുഴി എടുത്തിട്ടുണ്ട്, ഇതിലുണ്ടിട്ടെന്ന് പണിക്ക്. പിന്നെ ഇതിനെ കുഴി സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലുള്ളൊരു കവുങ്ങ് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് നെറ്റ് ഇടാനൊക്കെ ആയിട്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു മരത്തിലും കൂടെ ഒന്ന് നെറ്റ് ഇടാനുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ തായ്ലാൻഡ് ചാമ്പ, അങ്ങോട്ട് പോവാ. നോക്ക്, കാണുന്നുണ്ടോ? നമ്മളെ തായ്ലാൻഡ് ചാമ്പയിൽ ഇഷ്ടം പോലെ ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം നേരത്തെ കേട്ടോ 2-3 വേനൽ മഴയൊക്കെ കിട്ടിയതുകൊണ്ടേ അടിഭാഗത്ത് തന്നെ നോക്ക്, അടിയിൽ നിന്നുകൊണ്ട് മുകളിൽ പഴുത്തൊക്കെ ഉണ്ട്. അടിയിൽ തന്നെ നോക്ക് ഇഷ്ടം പോലെ പച്ച അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല മഴ കിട്ടിയോണ്ടായിരിക്കും എല്ലാ കായും പൂത്തതൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ടില്ല, എന്താ വെച്ചാൽ 2 ആഴ്ച ഇപ്പൊ കുരങ്ങിന്റെ ശല്യം ഇങ്ങോട്ട് വന്നിട്ട് അത് കുരങ്ങൊരു ഏരിയ പിടിക്കല. ഇനി ഇതാവുമ്പോ ഇനി ഇവിടുന്ന് പോവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ഒന്നും കിട്ടിയില്ല. നമ്മൾ നെറ്റ് ഇടുന്നൊക്കെ വെച്ച് സെറ്റ് ആക്കുന്ന വെച്ചപ്പോഴത്തേക്കും ഇന്ന് ലാസ്റ്റ് കുറച്ച് കിട്ടി നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പൊ ഇതിലും നെറ്റ് ഇടണം. നല്ല പഴുത്ത് നോക്ക് മുകളിൽ. ഈ ഒരു സമയത്ത് ഇതിന് നല്ല മധുരം ഉണ്ടാവും. എന്താ വെച്ചാൽ ഇത് അധികവും ഒരു മെയ് മാസത്തിലൊക്കെ മെയ് ജൂൺ അടുപ്പിച്ചൊക്കെ കായ്ക്കില്ല. അപ്പം മഴ പിടിച്ച് കഴിയുമ്പോൾ അതിൽ വെള്ളം ഇറങ്ങിയിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ വേനലിൽ തന്നെ ആയി കിട്ടിയതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. എന്തായാലും മുകളിൽ കയറുമ്പോൾ ആ പഴുത്തതേ 1-2 കൊലകൾ അവിടെ കാണുന്നുണ്ട്, നല്ല പഴുത്തത്. അതുകൊണ്ട് പറിച്ചെടുക്കും വേണം. പിന്നെ ഇതിൽ നെറ്റിടാൻ കുറച്ച് പണിയാണ്. എന്തായാലും ഇതിന് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് എടുത്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ടാണ്. നമ്മൾ നെറ്റ് ഏകദേശം കൂടുതൽ ഇതിന് വേണ്ടി വരും. നമുക്ക് ആദ്യം നമ്മളെ അവക്കാടോ ഒക്കെ ഇടാം. ബാ, ഈ നെറ്റ് ഇങ്ങനത്തെ റോളുകളായിട്ട് നമ്മൾ വാങ്ങിക്കുക. ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ വേണം. നമ്മളെ റംബുട്ടാനായിട്ടുണ്ട്, മാംഗോസിനൊക്കെ. റംബുട്ടാൻ പൂത്തിട്ടുണ്ട്, ഒന്ന് കായ് പിടിച്ചു വരുന്നുള്ളൂ. മാംഗോ ഇത് അല്ല, ഇത് സെറ്റ് ആക്കണ്ട. മാംഗോസിനൊക്കെ ഇടാനുണ്ട്. ഇത് നമ്മളിങ്ങനെ തൂക്കത്തിന് വാങ്ങല, ഇത് കെട്ടായിട്ടാണ് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ തല കണ്ടുപിടിച്ചിട്ട് സെറ്റ് ആക്കണം. അപ്പൊ ആദ്യം നമുക്ക് കെട്ടുണ്ടോ അത് നോക്കണം. ആദ്യം നമ്മൾ ഈ കവുങ്ങ് കുഴിച്ചിടല്ലേ, കവുങ്ങിന്റെ ഹൈറ്റ് കുറച്ച് കൂടി നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് വല ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൂട്ടി കെട്ടാനൊക്കെ ഉണ്ട്. സംഭവം കുറച്ചു നേരം പണിയെടുത്ത വേറെ അല്ല, നമ്മളിവിടെ ഫുള്ള് ഇലയായിരുന്നു കേട്ടോ. നമ്മൾ കടച്ചക്കന്റെ ഇലയും എല്ലാം പ്ലാവിന്റെ ഇലയൊക്കെ വീണിട്ട് അതിലങ്ങോട്ട് വല നിർത്തിയിട്ട് ഇതിന് കരിയിലൊക്കെ വലിച്ച് കളയായിരുന്നു ഇതുവരെ പണി. എന്നിട്ട് ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളപ്പോഴത്തേക്ക് അടിച്ച് വൃത്തിയാക്കി കേട്ടോ. നല്ല സെറ്റ് ആക്കിയോണ്ട് ഇനിയിപ്പോ പണി എളുപ്പമായി. അപ്പൊ ഇങ്ങനത്തെ വലയൊക്കെ കൊണ്ട് നിലത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ കാണുന്നത് അതൊക്കെ ഇതിലോട്ട് വലിച്ചു പിടിക്കും, കാന്തം പോലെയാണ്. ഇതിനെ തുടങ്ങില്ലേ. അപ്പൊ ഞങ്ങള് ഈ സൈഡിലോട്ട് നമുക്ക് അവക്കാഡോന്റെ കമ്പും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഈ കവുങ്ങിലോട്ട് കൂട്ടിയിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ആ ഒരു പണിയും കൂടെ ഉണ്ട്. ഇതിന് അടിയൊക്കെ നല്ല വലിച്ച് കെട്ടണം. പിന്നെ ഇങ്ങനത്തെ വലയുടെ പ്രശ്നമാണ്, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അളവിന് കിട്ടൂല. ഇതൊക്കെ ഒരു വട്ടം ഉപയോഗിച്ച വല കേട്ടോ, സെക്കൻഡ് ഹാൻഡ് വലയാണ്. നമ്മൾ കടലിലൊക്കെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ തോന്നുന്നു, അവിടുന്ന് കിട്ടുന്ന വലകളായിരിക്കും ഇത്. അപ്പം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് മൊത്തം കവർ ചെയ്യാൻ കിട്ടും. ചില ഭാഗത്ത് വീതി കുറവും ചില ഭാഗത്ത് വീതി കൂടുതലൊക്കെയാണ്. നമ്മുടെ സൗകര്യം അനുസരിച്ച് ചിലപ്പം പീസ് വെച്ചിട്ടൊക്കെ ജോയിന്റ് ചെയ്യേണ്ടൊക്കെ വരും. ഈ ഭാഗം കിട്ടി, ഇവിടെ കണ്ടു ഇങ്ങോട്ട് കുറച്ച് ഇറക്കം കുറവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അധികം ഇനി വലിക്കുന്നില്ല. കറക്റ്റ് ഇതിനോട് വലി കിട്ടുന്ന ലൂസ് വെച്ചിട്ട് ഒക്കെ കെട്ടാനുണ്ട്. ഉള്ളിൽ നോക്ക്, അവക്കാടോ കറക്റ്റ് ഇതിന്മേൽ ടച്ച് ചെയ്യാതെ തന്നെ നിൽക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് എന്താ ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ടാ അങ്ങോട്ടാ ഒന്നെടുത്തോ. ഇതിലൊക്കെ സിമ്പിളാ. നമ്മളെ ചാമ്പയിൽ ഇടുമ്പോഴും റംബുട്ടാനിലും കുഴപ്പമില്ല. നമുക്ക് റംബുട്ടാൻ നല്ല പ്രൂൺ ചെയ്തുകൊണ്ട് പടർന്നായതുകൊണ്ട് നമുക്ക് ഇടാൻ സുഖം. ചാമ്പ കുത്തനെ പോയതുകൊണ്ട് എവിടെയെങ്കിലും ഈ വല ഉടക്കി കഴിഞ്ഞാൽ ഭയങ്കര പണിയാ. അതുകൊണ്ട് എന്തായാലും ഇവിടെ അടിച്ചുവാരൽ കഴിഞ്ഞാൽ കുഞ്ഞോളെ നല്ല വൃത്തിയായിട്ടുണ്ട്. ആദ്യം ആ പണി എടുത്താൽ മീൻ കുടുങ്ങിയ പോലെ ഇതുപോലെ ഉണ്ട്, ഓരോന്ന് കുടുങ്ങിയിട്ട്. ഇതാണ് ഇതിന് പ്ലാവും ഉണ്ട്. ഈ കടച്ചക്കയുടെ ഇല നല്ല കൊയ്യുന്നൊരു സമയം. അപ്പം പുതിയ വന്നും ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഇല ഉറച്ചാ.
ഇത്ര തന്നെ ഉണ്ട് നമ്മളെ പടുതേന്റെ വലന്റെ മുകളിലും ഉണ്ട്. ഇനി കുറെ ഇല എടുത്ത് കളയാൻ. അവിടെ അങ്ങനെ കൊടുത്തു വരടാ. ആ ഇടയ്ക്കൊരു കെട്ടിട്ടെടുത്തായി. പിന്നെ ചെറിയൊരു ഇതുണ്ടാവും, അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പണിയല്ലടാ. അങ്ങനെ അവിടെ കറക്റ്റ് ആക്കിയിട്ട് മുകളിൽ തന്നെ വിട്ട് കെട്ടിപ്പോര്. താഴെ നമുക്ക് എന്ത് ചെയ്യാ, കുറ്റി അടിച്ച വല കീറുടാ. അപ്പൊ താഴെ നമുക്ക് വെയിറ്റ് ഉള്ള കല്ല് എന്തെങ്കിലും എടുത്ത് വെച്ചാൽ പോരെ, മടക്കി വെച്ചിട്ട്. അങ്ങനെയൊന്നും ഇതാകൂല. അപ്പൊ കമ്പിന്റെ കഷ്ണോ കനൽ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇത് കറക്റ്റ് അവക്കാടോ താഴേക്ക് നിൽക്കുന്നതുകൊണ്ട് നെറ്റിൽ കുടുങ്ങുന്നില്ല കേട്ടോ. പിന്നെ ഇത് മൂക്കുന്നവരല്ല, ഇങ്ങനെ ടൈറ്റാക്കി വെച്ചതല്ല. നമുക്കിത് കായ് ഒന്ന് ഉണ്ടായ അവക്കാടോ മൂക്കുന്നവരെ. പിന്നെ ഇപ്പൊ പൂവൊന്നും വരില്ല, ഏകദേശം കഴിഞ്ഞ്. അത് കഴിഞ്ഞ് വേഗം നമ്മൾ നെറ്റ് എടുത്ത് ഒഴിവാക്കുന്നത് വെച്ചാൽ ഇത് പൊന്താനുണ്ടല്ലോ മരത്തിന്. പ്രാവശ്യം എന്തായാലും ഇത് കഴിഞ്ഞിട്ടൊന്ന് റൂൺ ചെയ്ത് കൊടുക്കണം. ഇത് പടർത്തി കൊടുത്തില്ലെങ്കിൽ ഇതും അതുപോലെ കുത്തനായിപ്പോ. ഇതൊക്കെ നമുക്ക് ഷെയ്ഡുള്ള സ്ഥലമാണ്. നമുക്ക് ഉള്ള സ്ഥലത്ത് ഈ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ നടാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് ഇതാണ്ട കാപ്പിച്ചെടിയാണ്. ഇത് നിൽക്കുന്നതിന്റെ പുറകിൽ കാപ്പിച്ചെടിയാണ്. കാപ്പി കളയാനും പറ്റില്ല. അപ്പൊ 2 കാപ്പിയുടെ ഇടയ്ക്ക് ഇതാ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് ഇത് കൊടംപുളി നട്ടിട്ടുണ്ട്. ഇത് പൊന്തി കഴിഞ്ഞാൽ ഫുൾ ഷെയ്ഡായിരിക്കും. ശരിക്കും ഫ്രൂട്ട്സിനൊക്കെ നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങൾ വേണം. നമുക്ക് ഇടവേള ആയിട്ടൊക്കെ അല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ ഈ അടിഭാഗമൊക്കെ ഒന്ന് വലിച്ചു കെട്ടി. അപ്പത്തെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിന്റെ ചാമ്പൊക്കെ പറിക്കുക. ചാമ്പ കുറച്ച് മുകളിൽ പഴുത്തതുണ്ട്. അപ്പൊ അതുകൊണ്ട് സെറ്റ് ആക്കിയിട്ട് എന്തായാലും ഇനി വല ഇടുമ്പോ അതിന് സമയം ഉണ്ടാവില്ല. വലിയൊരു കോണിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, കേറി നോക്കട്ടെ. ഇതാണെങ്കിലോ ഏറ്റവും മുകളിലാണ് പഴുത്തതുള്ളത്. അവിടുന്ന് കാണുന്നുണ്ട് കുഞ്ഞോളെ. കുഞ്ഞോളെ ഇതിന് അടിയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണില്ല, ഇല മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ച് മാറി നിന്നിട്ട് നമുക്ക് എടുത്താലേ കറക്റ്റ് ചാമ്പ കിട്ടുള്ളൂ. അയ്യോ, ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിലേ ഉറുമ്പിന്റെ കൂട്ടില് ഉറുമ്പൊന്നും ഇല്ലാന്നാ തോന്നണം ഇതിനെ. ഇതുവരെ അനക്കൊന്നും കിട്ടിയില്ല. സംഭവം നമ്മള് മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ ഞങ്ങളെ? ഇന്നെ കാണുന്നുണ്ട്, ചാമ്പ കാണുന്നില്ല അല്ലേ? നമ്മളെ കൊട്ട ഇവിടെ സെറ്റ് ആക്കിച്ച്. ഇത് കാണുന്നുണ്ടോ? എന്തായാലും പറിച്ചിട്ട് കാണിച്ചു തരാ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇതാ നല്ല പഴുത്തതാണ്. ഇങ്ങനെയല്ലേ നോക്കി അപ്പുറമുള്ള ശരിക്കും കാണുന്നുണ്ടാവും അല്ലേ? ഇവിടെ ഒരു ഇലേന്റെ മരം. എന്തായാലും പറിച്ചിട്ട് താഴ്ന്ന് കാണിച്ചു തരാ. നല്ല പഴുത്തത് മാത്രം കൊണ്ട് എടുക്കാം. ഇത് ആദ്യ ബാച്ചിൽ ഉണ്ടായതാണ് കേട്ടോ ഇവിടെ പഴുത്തത്. ഇത് എടുക്കണമെങ്കിൽ കുറച്ച് പണി. ഇതാ നല്ല പഴുത്തതുണ്ട്, മീഡിയം പഴുപ്പുണ്ട്. കാണുന്നുണ്ടോ? ഒരുവിധം ആയത് പറിക്കാം. ബിയമോൾ ഇന്നലെ കുറെ ഉമ്മ കാണിച്ചു കൊടുത്തിട്ട് പറിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും നമ്മള് കേറും ഇതിന്റെ മുകളില്. അപ്പൊ പറിച്ചില്ല. നല്ല അവിടുന്ന് കാണിച്ചില്ല പഴുത്ത പോലെ തന്നെ. അതുകൊണ്ട് പറിക്കട്ടെ കേട്ടോ. അതില് കുറച്ച് പച്ചയുണ്ട്. പച്ചെല്ലാം അങ്ങനെ മൂപ്പാകത്തുണ്ട്. അതിന്റെ കമ്പ് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പൊട്ടിച്ചെടുക്കാം. അതാ ഞാൻ പൊട്ടിച്ചതല്ല, ഇതിന്റെ വെയിറ്റ് കൊണ്ട് പൊട്ടിപ്പോന്നതാ. കഴിഞ്ഞോളെ ഇനി വീഡിയോ എടുക്കാൻ കിട്ടിയില്ല, വേണ്ടതാ. ഇത് ഒടിഞ്ഞു തൂങ്ങിയതാട്ടോ, നമ്മൾ പൊട്ടിച്ചല്ല. അപ്പൊ അതന്നെ ഉള്ളൂ. ഇനി ഉള്ളതൊക്കെ കറക്റ്റ് പഴുപ്പായി വരുന്നത്. ഏറ്റവും മുകളിലുണ്ട്, അത് നിധിയും കയറുമ്പോ നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ കയറി കഴിഞ്ഞാൽ ഉറുമ്പുണ്ടെങ്കിൽ ഇളകും, പിന്നെ ഞങ്ങൾക്ക് വല ഇടല് നടക്കൂല. ഇത് ഒടിഞ്ഞതാണ്ടോ, ഇത് ഉണങ്ങി പോയിട്ടുണ്ട്. ഇവിടുന്ന് ചെറിയൊരു പിടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല പഴുത്തതാട്ടോ. ഏതായാലും അത്ര മുകളിൽ കയറിയില്ല. ഇനിയിപ്പോ എല്ലാം ഒരുമിച്ചാവാതെ വല ഇട്ട് കഴിഞ്ഞാൽ പറ്റൂല. സൂപ്പർ സാധനം. കഴിക്കട്ടെ. കുറെ നേരം ബീ വരുന്നത് കാണുന്നില്ല. അല്ല മധുരം ഈ ഒരു സമയത്താണ് ഇത്ര മധുരം. മഴ കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും, മധുരം കുറയാം. ആണോ?
പൊതി ഇടണം. വേനലിന്റെ ഒക്കെ ഏറ്റവും നല്ല കേട്ടോ, മധുരത്തിനാണെങ്കിൽ കൂടുതൽ വെള്ള. അങ്ങനെ പറ്റുന്ന പോലെ ചാമ്പേന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. 2 കൊമ്പൊക്കെ പൊട്ടിപ്പോയി, പിന്നെ കുറെ കൊഴിയ പറ്റുന്നില്ല. എന്താ വെച്ചാലും ഈ മരം ഭയങ്കര പൊന്തിപ്പോയതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്തായാലും ഇത് കായ് ഉണ്ടായിപ്പോ അല്ലെങ്കിൽ വെട്ടിയിരുന്നു. ഇനിമരെ മുകളിൽ വെച്ച് മുറിക്കാന്ന് പറഞ്ഞു. അത് ഇപ്പൊ വെട്ടിക്കഴിഞ്ഞാൽ നിറച്ച് കായ്, നമുക്ക് വെട്ടാൻ തോന്നില്ല. പക്ഷെ ഹൈറ്റ് കുറച്ചിട്ടേ കയ്യുള്ളൂ, അല്ല ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ചൊക്കെ കുരങ്ങ് കഴിച്ചോട്ടെ, എന്നാലും വേണ്ടില്ല. എന്നാലും നമുക്ക് കിട്ടും. കുറെ ഏരിയ കാണിച്ചു കൊടുക്കുക. ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയോ, നിതിൻ പറഞ്ഞ അങ്ങോട്ടൊന്നും വല എത്തൂല. ഇത് വല വീതി കുറവായതുകൊണ്ട് കുറച്ച് പണി. അപ്പൊ ഞങ്ങൾ ജോയിന്റ് ഒക്കെ ചെയ്ത് താഴെ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടോ. ഇത് നമ്മൾ നേരെ കൊടുത്തിട്ട് ഇതിനെ മരത്തിലേക്ക് തന്നെ കൂട്ടി വെച്ചാട്ടോ. അതാ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. അങ്ങനെ വെച്ചുകൊണ്ട് ഇനി അടിയിൽ നിന്ന് കയറി പോകാൻ പറ്റൂല. കുറെ സമയം പോയി. എന്തായാലും സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് റംബുട്ടാനും വിലക്ക് ഇടാനും സുഖം. മാംഗോസും റംബുട്ടാനൊക്കെ പടർന്നതായതുകൊണ്ട് നമുക്ക് കറക്റ്റ് മുകളിലൂടെ ഇടാം. അപ്പൊ ഇവിടെ നോക്ക്, ഇത് പിന്നെ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞ് നമ്മൾ കല്ലൊക്കെ വെച്ച് അടിയിൽ കല്ലൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ പടർത്തി കിട്ടിയാൽ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ കുത്തനെ പോയ മരത്തിലൊക്കെ നെറ്റൊക്കെ ഇടാനും ഭയങ്കര പണി. നമ്മൾ ലിച്ചി മരം നോക്ക്, ഏതായാലും ഇവിടെ വന്നപ്പോൾ ലിച്ചി കൂടെ ചോദിച്ചു. ലിച്ചിയിലൊക്കെ ഇടാൻ സുഖം. ഒരാൾ മുകളിലൂടെ കയറിയിട്ടെങ്കിൽ നമുക്കിങ്ങനെ നെറ്റ്. പക്ഷെ ഇതൊക്കെ അത്യാവശ്യം നല്ല വല വേണം കേട്ടോ. ഇങ്ങനെയൊക്കെ കുറെ റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുക്കണം. എന്തെങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടായാലും ആദ്യം ഇത്ര പ്രശ്നങ്ങളില്ലേനും ഇപ്പൊ കുരങ്ങിന്റെ ശല്യമൊക്കെ, കിളികളുടെ ശല്യമൊക്കെ കുറവാണ്, കുരങ്ങിന്റെ ശല്യം കൂടി വരികയാണ്. ഓരോ സമയം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കായ് പിടിച്ചതിന് ശേഷം കേട്ടോ, അത്യാവശ്യം കായ് ആയതിനു ശേഷം നമ്മൾ ഇതുപോലെ നെറ്റ് ഇടും. പൂക്കുന്ന സമയത്ത് നമ്മൾ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പൂവൊന്ന് കറക്റ്റ് സെറ്റ് ആവാതെ പിടിക്കാതെ വരും. ഇതിൽ തന്നെ കുറെ കൊഴിഞ്ഞൊക്കെ പോയിട്ട് റെഡി ആയി കിട്ടിയതിന് ശേഷം അങ്ങനെയൊക്കെ ആകുമ്പോഴേ വരും. കുറച്ചൊരു മൂപ്പാണ്, കുരങ്ങ് നല്ല ബുദ്ധിയാണ്. ഏത് നമുക്ക് പാകമായി കഴിഞ്ഞാലേ വന്ന് കഴിക്കുള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മുടെ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നവർക്ക് കൃഷിഭവൻ വഴി ഇങ്ങനത്തെ വല വാങ്ങുന്നതിനുള്ള സബ്സിഡി ഉണ്ട് കേട്ടോ. നമ്മൾ എത്രത്തോളം വലകളാണ് വാങ്ങിക്കുന്നത് അതിന്റെ GST ബില്ലുകളൊക്കെ കൊടുത്താൽ അതിന് 40% സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. അതിപ്പം വയനാട്ടിലൊക്കെ ഉണ്ട്. നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനിലൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുക. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ വയനാട്ടിലൊക്കെ കുരങ്ങിന്റെ ശല്യം കൂടുതലാണ്. അതുപോലെ തന്നെ കിളികളുടെ ശല്യത്തിനൊക്കെ നമുക്ക് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ റംബുട്ടാനും ഏത് ഫ്രൂട്ട്സ് കൃഷി എന്തുണ്ടായിരുന്നു, റംബുട്ടാനും ലിച്ചി ഇതൊക്കെ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ തുടക്കത്തിലെ ഇതുപോലെ നെറ്റ് ഇട്ട് കൊടുക്കാനുള്ള സബ്സിഡി ഉണ്ട്. അതെന്തായാലും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തട്ടെ. രാവിലെ തുടങ്ങിയ പണിയാണ്. നിങ്ങൾ ഫാമിൽ മറ്റു പണികളൊക്കെ ചെയ്യാണ്ട്. എന്നാൽ ഓക്കെ.